സ്പീക്കർ ഓം ബിർളയുമായി ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നു. അമിത്ഷായുടെ മറുപടി 6 മണിക്കാണുള്ളത്. അമിത്ഷായുടെ മറുപടിക്ക് ശേഷമാണ് ഈ ബില്ലുകൾ വോട്ടിനിടുക. കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു. പാർലമെന്ററി കാര്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു. സ്പീക്കറെ ആഭ്യന്തരമന്ത്രി കണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ വേണം ഈ ഫ്ലോർ മാനേജ്മെന്റ് സംബന്ധിച്ച, പക്ഷേ ഇനിയിപ്പോൾ BJP സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ബില്ല് പുഷ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. എന്താണ് ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്ന് അറിയില്ല. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, അവസാനവട്ടം എന്തെങ്കിലും ഒരു സാധ്യത ഭരണപക്ഷം കാണുന്നുണ്ടോ? ഏതായാലും ഇപ്പോൾ പാർലമെന്റിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പാർലമെന്ററി കാര്യമന്ത്രി ചർച്ച നടത്തുകയാണ്. കിരൺ റിജിജു അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കറുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 6 മണിക്ക് അമിത്ഷാ ഈ ചർച്ചയ്ക്കുള്ള മറുപടി നൽകുന്നുണ്ട്. അതായത് നിർണായകമായ വോട്ടിന് മുമ്പുള്ള അവസാനത്തെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കുന്നത് അമിത്ഷായിലൂടെ ആയിരിക്കും. അത് പാർലമെന്റ് ലോക്സഭ വിപുലീകരിക്കുന്നതും അതോടൊപ്പം തന്നെ മണ്ഡല പുനർവിഭജനം സംബന്ധിച്ച അന്തിമ വാക്ക് അല്ലെങ്കിൽ എന്താണ് നിലപാട് എന്നുള്ളത് അമിത്ഷായുടെ വാചകങ്ങളിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും 7 മണിയോടടുപ്പിച്ചാണ് വോട്ടെടുപ്പ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും വോട്ടെടുപ്പിൽ പ്രതിപക്ഷം കടുത്ത നിലപാടിലൂടെയാണ് ഈ ബില്ലുകളെ ഇന്നത്തെ സാഹചര്യത്തിൽ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടനാ ബില്ല് പരാജയപ്പെടുകയും. തീർച്ചയായിട്ടും DMK, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, 3 പാർട്ടികളിൽ ഏതെങ്കിലും 2 പാർട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഈ ബില്ല് പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റ് പാർട്ടികളുമായി എന്തെങ്കിലും ആശയവിനിമയം ഉണ്ടോ? ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് പാർട്ടികളുമായി എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം വ്യക്തിഗത തലത്തിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഈ ബില്ല് വരുന്നതിന് മുന്നോടിയായിട്ട് ഓരോ പാർട്ടികളെയും കണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഇതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാടുകൾ എടുത്തതായിട്ട് അറിയില്ല. അതായത് അല്പസമയം മുമ്പ് അതിരൂക്ഷമായാണ് അഖിലേഷ് യാദവും താൻ ദർശനം നടത്തി പുറത്തിറങ്ങിയതിന് പിന്നാലെ അവിടെ ഗംഗാജലം തളിച്ച് ശുദ്ധീകരിക്കുകയുണ്ടായി. എന്തടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള നിലപാടുകൾ സഭയിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇവർക്കിത് ഈ പിന്നെ സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ അവരെ ഈ ഒപ്പം കൊണ്ടുവരാനോ കഴിയുമെന്നുള്ളത് സംശയ സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം.